സോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസർ ഫിഫ ക്ലബ് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നടക്കാൻ പോവുക ഓരോ 4 വർഷത്തിലായിരിക്കും. അതായത് അടുത്ത ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നടക്കാൻ പോവുക 2029 അപ്പോഴേക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പുള്ളി റിട്ടയർ ആവാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ക്ലബ് ഫുട്ബോളിൽ നിന്നാണെങ്കിലും ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നാണെങ്കിലും പുള്ളി ആ സമയമാകുമ്പോഴേക്കും പുള്ളിക്ക് 44 വയസ്സാവും. സോ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനായിട്ടുള്ള ഒരേ ഒരു അവസരം ഈ വർഷമാണ്. ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി ഈ വർഷത്തെ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നുമുണ്ട്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. പുള്ളിക്കും കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും 100%. ആൻഡ് പുള്ളി ഔട്ട് ഓഫ് എവരി വൺ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഡിറ്റർമിനേഷൻ ഉള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് എല്ലാ കോമ്പറ്റീഷനും അറ്റ്ലീസ്റ്റ് പെർഫോം ചെയ്യണമെന്നൊരു ആഗ്രഹം കാണും. ആൻഡ് ഫസ്റ്റ് ഫിഫ ക്ലബ് വേൾഡ് കപ്പാണ് ഈ ഒരു ഫോർമാറ്റ്. സോ പുള്ളിക്ക് എന്തായാലും കളിക്കണമെന്ന് ആഗ്രഹം കാണും. പുള്ളിയുടെ അൽ നാസർ കോൺട്രാക്ട് ഈ വർഷം ജൂൺ 30 തീരുകയും കൂടെയാണ്. സോ ബൈ ജൂൺ പുള്ളി ഫ്രീ ഏജന്റോടാണ്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കളിക്കാൻ പറ്റും. ഫിഫ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് അഥവാ ഫിഫയുടെ ഈ ഒരു ഫിഫ ക്ലബ് വേൾഡ് കപ്പിന് വേണ്ടിയുള്ള റൂൾസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ട്രാൻസ്ഫറുകൾ നടത്താനായിട്ട് ഉള്ള ഒരു എക്സംഷൻ അവർ ഇട്ടിട്ടുമുണ്ട്. അതായത് ഫിഫ ക്ലബ് വേൾഡ് കപ്പിന് വേണ്ടി ഷോർട്ട് ടൈം കോൺട്രാക്റ്റിൽ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 2-3 മാസത്തെ ഷോർട്ട് ടൈം കോൺട്രാക്റ്റിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഇടയ്ക്ക് 2 ട്രാൻസ്ഫർ വിൻഡോ ഉണ്ട്. അതായത് ജൂൺ 1 മുതൽ 10 വരെ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഉണ്ട്. ആ സമയത്ത് പ്ലേയേഴ്സിനെ ഷോർട്ട് ടൈം കോൺട്രാക്റ്റിന് സൈൻ ചെയ്ത് കളിപ്പിക്കാനായിട്ട് സാധിക്കും. കൂടാതെ ഈ ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നതിനിടയ്ക്ക് ജൂൺ 20 ജൂലൈ 3 ഇടയിൽ അടുത്തൊരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവും. ആ സമയത്ത് 2 പ്ലേയേഴ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ക്ലബ്ബുകൾ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നോക്കൗട്ട്സിലോട്ട് കടക്കുമ്പോഴേക്കും 2 സൈനിങ്സ് കൂടെ നടത്താനായിട്ട് സാധിക്കും. മേ ബി ഒരു 1 മന്തോ 2 മന്തോ കോൺട്രാക്റ്റിലായിരിക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കും. മനസ്സിലായി ഞാൻ പറയാം. സോ കൂടുതലും ഫ്രീ ഏജൻസിനായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ കിട്ടാനായിട്ട് എളുപ്പം. സോ അങ്ങനത്തെ സിറ്റുവേഷൻ ജൂൺ 1 മുതൽ 10 വരെയും സൈനിങ്സ് നടത്താം. ജൂൺ 20 ജൂലൈ 3 ഇടയിലും സൈനിങ്സ് നടത്താം. ഈ മൊത്തം 6 സൈനിങ്സ് നടത്താം. അതായത് 6ഓളം പുതിയ പ്ലേയേഴ്സിനെ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് വരുമ്പോഴേക്കും കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഫിഫ ക്ലബ് വേൾഡ് കപ്പിന് വേണ്ടി. അതാണ് ഞാൻ പറയുന്നത്. സോ 4 സൈനിങ്സോളം നമ്മൾ നോക്കാനായിട്ടാണ്. 4 അല്ല 6 സൈനിങ്സോ വേണേൽ ജൂൺ 1 10 ഇടയ്ക്ക് നടത്താം. പക്ഷേ 6 സൈനിങ്സ് നടത്തിയാൽ പിന്നെ ജൂൺ 20 ജൂലൈ 3 ഇടയിൽ സൈനിങ്സ് പിന്നെ പറ്റത്തില്ല. അതേ സമയത്ത് എത്ര സൈനിങ്സ് ആണ് ജൂൺ 1 10 ഇടയ്ക്ക് നടത്തുന്നത്, 1 2 3 എത്രയാണ് 4 എത്രയാണേലും പിന്നീട് ജൂൺ 20 ജൂലൈ 3 ഇടയിൽ 2 സൈനിങ്സേ പറ്റത്തുള്ളൂ. 2 കൂടെ അതായത് നോക്കൗട്ട് ഫേസിലോട്ട് ടീമുകൾ അടക്കുവാണെങ്കിൽ അവർക്ക് 2 സൈനിങ്സിലൂടെ നടത്താൻ സാധിക്കും. സോ ഇതാണ് ഇപ്പോഴത്തെ റൂള്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ ഏജന്റ് ആവുകയാണ്. സോ ഇന്റർ മയാമിയായിട്ട് ലിങ്ക്സ് വന്നിരുന്നു. മെസ്സി ആൻഡ് റൊണാൾഡോ ഒരുമിച്ച് കളിക്കുക ഫോർ ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. ഫാബ്രീസിയോ വന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അത് നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് ഫാബ്രീസിയോ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഇമ്പോസിബിൾ. പിന്നീട് ഇപ്പൊ റയൽ മാഡ്രിഡ് ഫാൻസ് ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ടു റയൽ മാഡ്രിഡ് ഫോർ ദ ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. ചെറിയൊരു സൈനിങ്സ് ആയിട്ട് കൊണ്ടുവരും. മേ ബി ഒരു 2 months കോൺട്രാക്റ്റിൽ കൊണ്ടുവരാവോ? പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പറ്റും. ഫ്രീ ഏജന്റ് ആയ ക്രിസ്ത്യാനോ റൊണാൾഡോനെ 2 മാസം കോൺട്രാക്റ്റിന് റയൽ മാഡ്രിഡിന് വേണേൽ സൈൻ ചെയ്ത് കൊണ്ടുവന്ന് കളിപ്പിക്കാം ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കും കളിപ്പിക്കാം, ബെനഫീക്കയ്ക്കും കളിപ്പിക്കാം, യുവന്റസിനും കളിപ്പിക്കാം, ചെൽസിക്കും കളിപ്പിക്കാം. സോ ആർക്ക് വേണമെങ്കിലും കളിപ്പിക്കാം. സോ ആ മറ്റൊരു പോസിബിലിറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ ടു അൽ ഹിലാലാണ്. അൽ ഹിലാൽ നമുക്കറിയാം കളിക്കുന്നുണ്ട്. ഇപ്പം സൗദിയിൽ നിന്ന് പോകുന്ന ടീം അൽ ഹിലാലാണ്. സോ അൽ ഹിലാലിലോട്ടും മേ ബി ഒരു ചെറിയൊരു ഷോർട്ട് ടൈം കോൺട്രാക്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ പോയി കളിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ പോകാനായിട്ടുള്ള സാധ്യതയില്ല. എസ്പെഷ്യലി സൗദിയിൽ നമുക്കറിയാം അൽ നാസർ അൽ ഹിലാലിനും ഇടയിലുള്ള ഫൈറ്റ്. സോ അതിനുള്ള പോസിബിലിറ്റി ഇപ്പം ഞാൻ അധികം കാണുന്നില്ല. പക്ഷേ എനിത്തിങ് ഈസ് പോസിബിൾ. അൽ നാസറുമായിട്ട് ഒഫീഷ്യലി ക്രിസ്ത്യാനോ ഇതുവരെ കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടുമില്ല. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഏത് ക്ലബ്ബ് സൈൻ ചെയ്യുമോ? അൽ നാസറിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസർ വിട്ടൊരു ഷോർട്ട് ടൈം കോൺട്രാക്റ്റിന് പോകുമോ? ഞാൻ അതിനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയുന്നില്ല. മേ ബി ഒരു 1 or 2 month ഷോർട്ട് ടൈം കോൺട്രാക്ട്. ഫിഫയ്ക്ക് 100% മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഈ ക്ലബ് വേൾഡ് കപ്പ് കളിക്കണം. കാരണം ഓൾറെഡി മെസ്സി കളിക്കുന്നുണ്ട്. ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ഹ്യൂജ് ഫൈനാൻഷ്യൽ പേ. ക്രിസ്ത്യാനോ റൊണാൾഡോയും കൂടി ഈ ക്ലബ് വേൾഡ് കപ്പിന് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഫിഫയ്ക്ക് കിട്ടാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഗെയിം, വ്യൂവർഷിപ്പ്, സ്പോൺസർഷിപ്പ്, വ്യൂവർഷിപ്പ് തന്നെ നോക്കിയാൽ അത് അന്യായമായിട്ട് കൂടാൻ പോകും. ഓക്കെ. സോ 100% ഫിഫ ഏതെങ്കിലും ക്ലബ്ബ് ക്രിസ്ത്യാനോനെ സൈൻ ചെയ്യാനായിട്ട് റെഡി ആവുകയാണെങ്കിൽ അവർ ആ എക്സംഷൻ നടത്തും. മറ്റ് കാര്യങ്ങളും ഒരു ആവശ്യമില്ല. അതിനൊരു ഫിഫ നടത്തുന്ന ഒരു ടൂർണമെന്റ് ആണ്. സോ ഫിഫയാണ് ഒഫീഷ്യലി ഡിസിഷൻ എടുക്കുക. ആ ഒരു ടൂർണമെന്റിന് വേണ്ടി ആ പ്ലെയറിനെ കളിപ്പിക്കാനായിട്ട് ഫിഫയ്ക്ക് വേണേൽ അലോ ചെയ്യുക ആ ക്ലബിന് വേണ്ടി.
ആൻഡ് എന്നാ പറയുക, ഈ ഒരു ഷോർട്ട് ടൈം കോൺട്രാക്റ്റിന് പ്ലെയറിനെ സൈൻ ചെയ്യുന്നു. ക്രിസ്ത്യാനോ 1 മാസമോ 2 മാസമോ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു, പ്രോബ്ലി റയൽ മാഡ്രിഡിന് വേണ്ടി അല്ലെങ്കിൽ ഇവൻ ചെൽസിക്ക് വേണ്ടി സൈൻ ചെയ്യുന്നു, വന്ന് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നു, ടൂർണമെന്റിൽ നിന്ന് ടീം ഔട്ടാകുന്നു. മേ ബി ആളുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാം, ആ ക്ലബിന് മ്യൂച്വലി അഗ്രി ചെയ്ത് ആ 2 മാസം കോൺട്രാക്റ്റിൽ 1 മാസം കോൺട്രാക്റ്റിനാവുന്ന 1 മാസം കഴിയുമ്പോൾ വീണ്ടും ക്രിസ്ത്യാനോയ്ക്ക് ഫ്രീ ഏജന്റ് ആവും, തിരിച്ച് അൽ നാസറിലോട്ട് ക്രിസ്ത്യാനോയ്ക്ക് പോകാം. എനിത്തിങ് ഈസ് പോസിബിൾ. സോ ഒന്നും നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. ഈ ഒരു ടൂർണമെന്റിന് വേണ്ടി ആ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നടക്കും. ആ രീതിയിലാണ് ഫിഫയുടെ റൂൾസ് ഈ ടൂർണമെന്റിന് വേണ്ടി ഉള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയാം. ശരിക്കും ഇന്റർ മയാമി സൈൻ ചെയ്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി പ്ലേയിങ് ഫോർ ഇന്റർ മയാമി കാണാൻ നല്ല രസമായേനെ. പക്ഷേ പ്രാക്ടിക്കലി തിങ്കിങ് ടൂർണമെന്റിലോട്ട് വരുമ്പോൾ മെസ്സി ആൻഡ് ക്രിസ്ത്യാനോ അറ്റ് ദ സെയിം ടീം, അത് ഈ ഒരു ഏജിൽ ഓൾറെഡി ഇന്റർ മയാമി നല്ല കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ടൂർണമെന്റിലോട്ട് വരുമ്പം. മെസ്സി ഫാൻ ഐ ആം ഈഗർലി വെയിറ്റിംഗ് എത്ര ഇന്റർ മയാമി വാങ്ങിക്കുക എന്നുള്ളത്. സോ നമുക്ക് നോക്കാം. ക്രിസ്ത്യാനോനെ എന്തായാലും അവരടിയത്തില്ല. ഐ തിങ്ക് റയൽ മാഡ്രിഡ് ഷുഡ് സൈൻ ഹിം ബ്രോ. ഇത് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നല്ലൊരു ടൂർണമെന്റ്. മേ ബി ഒരു മാസമെങ്കിൽ 1 മാസം ക്രിസ്ത്യാനോ ബാക്ക് ഇൻ ദാറ്റ് റയൽ മാഡ്രിഡ് ഷർട്ട്. റയൽ മാഡ്രിഡ് ആണ് ഈ ടൂർണമെന്റിന് വേണ്ടി വരുമ്പോൾ നമ്പർ 1 ഫേവറേറ്റ്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ക്ലബ് വേൾഡ് കപ്പ് കൂടെ ജയിച്ചുകൊണ്ട് പ്രോബ്ലി കരിയറിൽ ഫസ്റ്റ് ക്ലബ് വേൾഡ് കപ്പ് ഫോർമാറ്റ് ജയിക്കാനായിട്ട് ഒരു അവസരം കിട്ടി. ദാറ്റ് വിൽ ബി ഗ്രേറ്റ് അല്ലേ. ഒരു ഷോർട്ട് ടൈം 1 മന്ത് കോൺട്രാക്റ്റിൽ ക്രിസ്ത്യാനോനെ റയൽ ഈസി ആയിട്ട് സൈൻ ചെയ്യാം. പക്ഷെ പെരസ് സൈൻ ചെയ്യുമോ എന്ന് നമുക്കറിയത്തില്ല. കാരണം അവർ പിരിഞ്ഞ രീതി നമുക്കറിയാം. നല്ല രീതിയിലല്ല പെരസും റൊണാൾഡോ അവസാനം പിരിഞ്ഞത്. പക്ഷേ എനിത്തിങ് ഈസ് പോസിബിൾ. ക്ലബ് വേൾഡ് കപ്പ് വരുമ്പോഴേക്കും ടീമുകൾക്ക് ധാരാളം ഇഞ്ചുറീസും മറ്റുമൊക്കെ വരാം. 6 പുതിയ സൈനിങ്സ്. എനിക്ക് തോന്നുന്നു മിക്ക ടീമുകൾ അത് യൂട്ടിലൈസ് ചെയ്യും. ഈ ഷോർട്ട് ടൈം കോൺട്രാക്റ്റിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുന്ന അവസരമുണ്ട്. അത് മിക്കവാറും യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ക്ലബ് വേൾഡ് കപ്പ് വരും. കാരണം ഇതിന്റെ പ്രൈസ് മണി അന്യായമാണ്. പ്രൈസ് മണി സൂപ്പറാണ്. മിനിമം ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുവാണെങ്കിൽ 300 മില്യൺ പ്ലസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. എനിക്ക് എക്സാക്ട്ലി എത്രയാണെന്ന് അറിയത്തില്ല. ഫിഫയുടെ എത്ര 1 ബില്യൺ പ്ലസ് എങ്ങാണ്ടാണ് പ്രൈസ് മണി എന്ന് കേൾക്കുന്നത്. സോ ഈ ഒരു ചെറിയ ടൂർണമെന്റിന് വേണ്ടി ഒരു മാസം മെനക്കെട്ടാൽ ക്ലബുകൾക്ക് നല്ല റവന്യൂ കിട്ടും. സോ നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് പ്ലേയേഴ്സിനെ ഓവർലി ഫറ്റീഗ് ആക്കുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആർഗ്യൂ ചെയ്യും. പക്ഷേ നമ്മൾ ക്ലബിന്റെ ഓണർഷിപ്പും അഥവാ ക്ലബിന്റെ പ്രസിഡന്റുമാരും ഒക്കെ നോക്കുമ്പോഴേക്കും അവർക്ക് ഈ 1 മാസം കൊണ്ട് 300 മില്യണോളം ക്ലബുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റിയ അവസരമാണ്. സോ അവരാരും എന്തായാലും മിനിമം 150-200 മില്യൺ ഉണ്ടാവും. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വഴി തന്നെ 100 മില്യണോളം കിട്ടും. എസ്പെഷ്യലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ യൂറോപ്യൻ ടീംസിന് ഗ്യാരണ്ടീഡ് 100 മില്യൺ കിട്ടുമെന്ന് റിപ്പോർട്ടുകളുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തന്നെ വഴി. യൂറോപ്പിലുള്ള എസ്പെഷ്യലി ടോപ്പ് ക്ലബുകൾക്കൊക്കെ, ടോപ്പ് 5 ലീഗ്സിലുള്ള ക്ലബുകൾക്ക്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഗ്രൂപ്പ് സ്റ്റേജോടെ കടന്ന് 200 മില്യൺ പ്ലസ് 1 മാസം മെനക്കെട്ടാ കിട്ടുമെങ്കിൽ ഡെഫിനറ്റ്ലി പ്രസിഡന്റുമാരുടെ കയ്യിൽ നിന്ന് പ്രഷർ കാണും. നല്ല പ്രഷർ വരും. മാനേജേഴ്സിനോടും പ്ലേയേഴ്സിനോടും അവൈലബിൾ ആവാനായിട്ടുള്ള നല്ല പ്രഷർ വരും. സോ അവർ അവൈലബിൾ ആവും. മേ ബി ഒരു ഷോർട്ട് ടൈം സൈനിങ്സ്, മേ ബി ഒരു 30-40 മില്യൺ മുടക്കാനായിട്ടും പ്രസിഡന്റുമാർ റെഡി ആവാം. ഒരു 5-6 സൈനിങ്സ് കൊണ്ടുവരാനായിട്ട് ഷോർട്ട് ടൈം കോൺട്രാക്ട്സ് ഒക്കെ കൊടുത്തു. സോ എനിത്തിങ് ഈസ് പോസിബിൾ. നിങ്ങൾക്ക് എന്താണ് ഈ ടൂർണമെന്റിലോട്ട് വരുമ്പോൾ ഒപ്പീനിയൻ എന്ന് പറയാം? ആരാണ് ഈ ടൂർണമെന്റ് ഫേവറേറ്റ്സ് എന്ന് പറയാൻ പറയാം? സോ ചെൽസി, സിറ്റി, റയൽ മാഡ്രിഡ്, ഇന്റർ മയാമി, അൽ ഹിലാൽ, ഈ 5 ക്ലബുകളുമായിട്ട് റൊണാൾഡോ ലിങ്ക്സ് പല അക്കൗണ്ടുകളിലും ഫേക്കാണ്. ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് ഒരു ടോക്സ് നടക്കുന്നതായിട്ടില്ല. മിക്കതും ഫേക്ക് ആയിരിക്കാം, റൂമറുകളായിരിക്കാം. പക്ഷേ ഈ 5 ക്ലബുകളായിട്ടാണ് റൂമറുകൾ കൂടുതൽ വരുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ബൈ.